പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം 26-ാമത്തെ വാക്യം. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. അപ്പോൾ വിശ്വാസം പ്രായോഗിക തലത്തിൽ എത്തിക്കുവാനുള്ള സന്ദേശമാണ് യാക്കോബ് തൻ്റെ ഈ ലേഖനത്തിൽ കൂടി എഴുതിയിരിക്കുന്നത്. വിശ്വാസവും പ്രവൃത്തിയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ പരസ്പര പൂരകങ്ങളാണ്. നിർഭാഗ്യവശാൽ പല ക്രിസ്തീയ സമൂഹങ്ങളിലും വിശ്വാസത്തിന് മാത്രമേ ഇന്ന് ഊന്നൽ നൽകുന്നുള്ളൂ. പ്രവൃത്തിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു, പ്രവൃത്തിയും വിശ്വാസവും ഒരുപോലെ പോകണം. സൽപ്രവൃത്തികളാൽ നമ്മൾ നിറഞ്ഞവരായിരിക്കണം. അനേക ഉത്തരവാദിത്തങ്ങളാണ് ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്നത്. തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടം സൂക്ഷിപ്പാനും ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുമല്ലോ. അന്ന് മനുഷ്യനെ ദൈവമാക്കിയപ്പോൾ വേല ചെയ്യുവാനായിട്ടും തോട്ടം സൂക്ഷിപ്പാനായിട്ടും ഏൽപ്പിച്ചു. അതുപോലെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും അധ്വാനശീലരായ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. രാത്രി മുഴുവനും അധ്വാനിച്ച ശീമോൻ പത്രോസിനെ നമുക്ക് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതുപോലെ യാക്കോബും യോഹന്നാനും വല നന്നാക്കുകയായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. മത്തായിയെ യേശു വിളിക്കുമ്പോൾ ചുങ്കം പിരിക്കുന്നവനായിരുന്നു. പത്രോസിനെ വിളിച്ച വേളയിൽ തന്നെ അധ്വാനിക്കുവാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. പത്രോസിൻ്റെ വിശ്വാസം അവനെ പ്രവൃത്തിയിലേക്ക് നയിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് പത്രോസ് ദൈവത്തിൻ്റെ വാക്കിന് മുൻഗണന കൊടുക്കുകയും മറുചോദ്യങ്ങൾ ചോദിക്കാതെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് നമ്മുടെ ദൈവം അത്ഭുതവാന്, വീരനാം ദൈവമാണ്, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ നമ്മളും ചോദ്യം ചെയ്യാതെ കർത്താവിൻ്റെ വാക്കിന് അത് വിശ്വസിച്ചതിന് വില കൊടുത്തുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിന്മേൽ വലിയൊരു അനുഗ്രഹം കാണുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അടിയങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കട്ടെ കർത്താവേ. വിശ്വാസത്താലും സൽപ്രവർത്തികളാലും ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഈ വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമായി തീരുവാൻ, അപ്രകാരം ഞങ്ങൾ ഒന്നുകൂടി ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സന്ധ്യയാമത്തിൽ ഞങ്ങളുടെ ഭവനം പരിസരം ഞങ്ങൾക്കുള്ള സർവ്വത്തെയും അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ സമാധാനത്താലും സന്തോഷത്താലും സർവ്വത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങി ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിക്കുന്നു. ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. എല്ലാ രോഗികൾക്കും അവിടുത്തെ സൗഖ്യം നൽകണമേ കർത്താവേ. അതിവേദനയിൽ കൂടി കഴിയുന്ന തൻ്റെ മക്കൾക്ക് അവിടുത്തെ സൗഖ്യം തന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ നിശ്ചയമായി ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. അത്ഭുതം ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.